കേരള സർവകലാശാലയിൽ നാടകീയ രംഗങ്ങൾ. സിൻഡിക്കേറ്റ് ഹാളിന്റെ താക്കോൽ മോഷണം പോയെന്ന് അംഗങ്ങൾ ആരോപിച്ചു. പിന്നിൽ എങ്കിൽ ചേംബറിൽ കയറാൻ അനുവദിക്കില്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. അതിനിടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകി. സിൻഡിക്കേറ്റ് റൂമിൻ്റെ താക്കോൽ കാണാനില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സെക്യൂരിറ്റി വിങ്ങിൽ നിന്നും അത് മോഷണം പോയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അത് അസാധാരണമായ സംഭവമാണ്. ഇതിനകത്ത് ഒരുപാട് ദുരൂഹതയുണ്ട്. കാരണം രജിസ്ട്രാർ കൊടുത്തൊരു കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സുപ്രധാനമായ പല രേഖകളും ഇവിടെ നിന്നും കടത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമമാണ്. നാളെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. പല സുപ്രധാന രേഖകളും ഇവിടെ നിന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വലിയ സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, വിവരങ്ങൾ. ധന്യ, കേരള സർവകലാശാലയെ ഒരു കുട്ടിക്കളിയുടെ കേന്ദ്രമാക്കി മാറ്റുകയാണ് സിൻഡിക്കേറ്റും ഒപ്പം തന്നെ വൈസ് ചാൻസലറും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രീതിയിലുള്ള നടപടികൾ, ഒരു നാടകീയ നീക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ ജീവനക്കാരോട് ഒരു കാരണവശാലും മിനി കാപ്പന് ഫയലുകൾ കൈമാറരുത്, അത് രജിസ്ട്രാർക്ക് തന്നെ കൈമാറണം എന്നാവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർ UDFന്റെയും അതുപോലെ തന്നെ